പഞ്ചാബ് ഇന്നത്തെ മത്സരത്തിലും സെയിം 11 ഇറക്കാനാണ് സാധ്യത. അതായത് ലോക്കി ഫെർഗൂസൺ ഇന്നും 11 ഉണ്ടാകും. ആദ്യ മത്സരം പരാജയമായിരുന്നു ലോക്കി. പക്ഷെ ലോക്കി പഞ്ചാബിൻ്റെ മെയിൻ ബോളറാണ്, മികച്ച ബോളറാണ്. ലോക്കി എല്ലാവർക്കും അറിയുന്നതുമാണ്. ലോക്കി ഇന്നത്തെ മത്സരം കംബാക്ക് അടിക്കട്ടെ. അപ്പോൾ സെയിം 11 എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ശശാങ്ക് സിംഗ് ഇന്നും 11 ഉണ്ടാകില്ല. ശശാങ്ക് സിംഗിന് ഇഞ്ചുറിയാണ്. SRHുമായുള്ള മത്സരത്തിലെ തിരിച്ചു വരുള്ളൂ എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്ലേയിങ് ലെവലിൽ ഒരു മാറ്റം വരുത്തണം. ഫെർഗൂസൺ അവിടെ നിന്നോട്ടെ, ഒരു മത്സരമില്ലായിട്ടുള്ളൂ. സൂര്യാൻഷി ഷെഡ്ജാണ് ശശാങ്ക് സിംഗിന് പകരം വന്നത്. ഷെഡ്ജിനൊരു അവസരം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഷെഡ്ജിനെ മാറ്റാൻ പറയുന്നത് ഒരർത്ഥമുള്ള കാര്യമല്ല, സമ്മതിക്കുന്നു. പക്ഷെ ഒരു മലയാളി പയ്യൻ വിഷ്ണു വിനോദ് പഞ്ചാബ് ടീമിലുണ്ട്, സ്ക്വാഡിലുണ്ട്. നെറ്റ്സിലെല്ലാം മികച്ച പെർഫോമൻസ് വിഷ്ണു വിനോദ് കാഴ്ചവെക്കുന്നുമുണ്ട്. ഒരവസരം വിഷ്ണു വിനോദിന് കൊടുത്തൂടെ എന്നതാണ് ചോദ്യം. പറയുമ്പോൾ ഷെഡ്ജിന് ഒരവസരമെങ്കിലും കിട്ടി, ഓക്കെ, ഒരവസരമെങ്കിലും കിട്ടി. വിഷ്ണുവിന് അതുപോലുമില്ല. ഇനി ശശാങ്ക് സിംഗ് വന്നാൽ അവസരം കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരവസരം വിഷ്ണു വിനോദിന് കൊടുക്കാം. ഇനി വിഷ്ണു വിനോദ് ഫോം ആവുകയാണെങ്കിൽ ശശാങ്ക് സിംഗ് വന്നു കഴിഞ്ഞാൽ വിഷ്ണു വിനോദിനെയും ടീമിൽ ഉൾപ്പെടുത്താം. നെഹാൽ വധേര ഫോം ഔട്ടാണ്, കുറച്ച് നാളുകളായിട്ട് വധേര ഫോം ഔട്ടാണ്. അപ്പോൾ വിഷ്ണു വിനോദിന് ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അവസരം കൊടുക്കുക? മറ്റേത് വിന്നിങ് കോംബോ മാറ്റുന്നതിനോടൊരു അഭിപ്രായമില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ മത്സരം പ്ലേയിങ് ലെവലിൽ ചേഞ്ച് വരുത്തി, റിസൾട്ടും മാറി. അപ്പോൾ ഇനി ചേഞ്ചസ് വരുത്തുന്നതിനൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് വിഷ്ണു വിനോദിനെ എല്ലാ പഞ്ചാബ് ഫാൻസും ഒരു മത്സരത്തിൽ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഒരു അവസരം വിഷ്ണു വിനോദിന് ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.